ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അവസാന ഭാഗം. രചന മിച്ചു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പോലൂർ. കർത്താവേ, സേട്ടൻ വേറെ മൂഡിലാണെന്ന് തോന്നുന്നു. ചിലപ്പോ ഇങ്ങനെ നിന്നാ ഞാൻ കയറി ഇയാളെ ഉമ്മ പോയില്ലേ. എന്റെ ഇമേജ് അയ്യേ. അതുകൊണ്ട് ഈ പൊസിഷനിൽ നിന്ന് എത്രയുമേ പുറത്തെടുക്കണല്ലോ. ഒറ്റ കൈ പ്രയോഗം തന്നെ ഇനി നടത്താം, അല്ലാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. ഞാൻ അത് മനസ്സിൽ പറഞ്ഞ് സൗണ്ട് ഓക്കെ ഒന്ന് ശരിയാക്കി. ഹലോ മൈക്ക് ടെസ്റ്റിംഗ്. ഹലോ. ഓക്കെ കാണിച്ചു തരാടാ. സുശീലോ, എന്തോ വരണു. എന്റെ ആ കാറിൽ ആൾക്കൊന്ന് ബോധം വെച്ചിട്ടുണ്ട്. എന്നാരെ വിളിച്ചു? പപ്പയാണെന്ന് തോന്നുന്നു. ഞാൻ പോട്ടെ. അതും പറഞ്ഞു തിരിഞ്ഞു. ഇല്ല, തിരിഞ്ഞില്ല. പറ്റുന്നില്ലല്ലോ. എന്തു പറ്റി? എന്റെ തല തിരിയുന്നുണ്ടല്ലോ. ഉടല് തിരിയാത്തത് എന്തേ? ഞാൻ എന്നെ ഒന്ന് നേരെ നോക്കി. ഓ ഷിറ്റ്, കടലാമ അല്ല കാലമാടൻ ആ തുമ്പിക്കൈ കൊണ്ട് അരയിലൂടെ ചുറ്റിപ്പിടിച്ചേക്കുക. അനു, നിനക്കൊന്ന് ശ്രദ്ധിക്കായിരുന്നു. ഓ ശരി. ഓ സോറി. ഇനി ശ്രദ്ധിച്ചോളാം. ഞാനും എന്റെ മനസ്സൊന്ന് സൊള്ളിയതാ. അതെ, ഈ കൈയൊന്ന് മാറ്റോ. ഞാൻ പോട്ടെ. എന്നെ വിളിച്ചോന്ന് പറഞ്ഞില്ലേ. ആർക്ക് പറ്റും ഇങ്ങനെ നിഷ്കളങ്കതയാവാൻ? അതിന് നിന്റെ പേര് സുശീലെന്നാണോ? ഓ കോപ്പ്, വിളിച്ചപ്പോ ശ്രദ്ധിച്ചില്ലല്ലോ. അത് എന്നെ പപ്പ സ്നേഹം കൂടുമ്പോ സുശീലോ, സുഷുമോളെ, സുഷു എന്നൊക്കെയാ വിളിക്കാറ്. ഓ അങ്ങനെയാണോ? എന്നാ സുഷുമോളെന്ന് വിളിക്കുന്ന കേട്ടിട്ട് പോവാ. ഇത് മുറുകുന്നല്ലാതായിരുന്നല്ലോ എന്റെ കർത്താവേ. ഇനി എനിക്ക് മുന്നും പിന്നും നോക്കാനില്ല, പറഞ്ഞു തീരും. ഈച്ചായ പ്ലീസ് എന്നെ ഒന്ന് വിട്. ഇല്ല ഞാൻ കയറി വല്ലതും ചെയ്തു പോവേ. പിന്നെ ഈച്ചാൻ കല്യാണത്തിന് മുന്നേ ഗർഭിണനായിട്ട് എന്നെ പറഞ്ഞ കാര്യമില്ല. സോ പ്ലീസ്. കണ്ണും പൂട്ടി അങ്ങ് പറഞ്ഞു. എന്നും വരട്ടെ, നെഞ്ചു വിരിച്ച് നിൽക്കണം. പേടിയായിരുന്നുണ്ട്. അങ്ങനെ ബൈക്ക് ബാ മോനെ. അപ്പൊ പേടിയുണ്ട്. ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോഴും അങ്ങേര് എന്നെ ചെറിയ ചിരിയോടെ നോക്കി നിൽക്കുന്നു. പക്ഷെ ഒരാക്കി ചിരിയാണെന്ന് മാത്രം. ഇങ്ങേർക്ക് എന്നെ ആക്കിലിച്ചിരി കൂടുതലാണല്ലോ ഈശ്വരാ. എന്താ? ഞാൻ ഇച്ചിരി ഗൗരവം വരുത്തി തന്നെ ചോദിച്ചു. മുന്നിലൊരു കണ്ണാടി ഇല്ലല്ലോ, ഉണ്ടേ അതിലൊന്ന് നോക്കായിരുന്നു. ഇതിപ്പോ ഗൗരവം ചീറ്റിയോ അതാ മിട്ടുകണക്കെ പൊട്ടിയോ എന്ന് അങ്ങേർക്കേ അറിയത്തുള്ളൂ. പെട്ടെന്നാണ് അങ്ങേര് പൊട്ടിച്ചിരിച്ചത്. അപ്പോഴേ മനസ്സിലായല്ലോ എന്റെ ഗൗരവത്തിന്റെ എഫക്റ്റ്. നീ എന്തിനാ എന്റെ അന്നമോ അറിയാൻ മേലാത്ത പണിക്ക് പോണേ? ഇങ്ങനെ ഞാനൊന്ന് പേടിപ്പിച്ച് വിട്ടാലോ? പക്ഷെ വേണ്ട, ഇനിയും വെറുതെ ഞാനായിട്ട് എന്നെ നാട്ടിക്കാൻ നിന്നു കൊടുക്കുന്നേ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ അവസ്ഥ. എൻ്റെ ഈശോയേ. ഞാൻ അങ്ങേരെ ഒന്ന് കനപ്പിച്ച് നോക്കി. മെല്ലെ അവിടുന്ന് സ്കൂട്ടായി. എന്നോടാ കളി. കർത്താവിന് ഞാൻ എവിടെയോ നോക്കി മടുത്തു. ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയി ഇവിടെന്താ വല്ല മറുതയോ ചാത്തനോ കുട്ടിച്ചാത്തനോ ആണോ? അങ്ങനെ ഓരോ ചിന്തിച്ച് ഓരോ മുറിയായി തുറന്നു നോക്കിയിരുന്ന പോലെ അവസാനത്തെ ഒരു മുറി കൂടി തുറന്നു. അതിനകത്തെ കാഴ്ച കണ്ട് എന്റെ ബാല്യം തൊട്ട് എന്തിനേറെ പറയുന്നു, വാർദ്ധക്യം വരെ പകച്ച് പണ്ടാരടങ്ങി പോയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. മേരി ജാൻ എന്നും കാറിക്കൊണ്ട് മാറിന് താഴെ ഊർന്നു പോകാൻ പോയ ടവൽ പെട്ടെന്ന് അടക്കി പിടിച്ച് ബ്ലിങ്കസ്യ പോലെ കണ്ണു മിഴിച്ചുകൊണ്ട് ആദുവിനെ നോക്കിയാണ് കുരിശെങ്കിൽ വീട്ടിലെ ഇളയ സന്തതി അലീന മരിയ ജോൺസൺ എന്ന അലി. എന്നാൽ ആദുവാണെങ്കിൽ ഏതോ ലോകത്തെത്തിയ പോലെ അന്തം വിട്ട് കുന്തം വിഴിഞ്ഞ പോലെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്നാണ് അവന്റെ കാലുകൾ അവൻ പോലും അറിയാതെ അവിടെ അടുത്തേക്ക് ചലിച്ചത്. പെട്ടെന്നുള്ള അവന്റെ നീക്കത്തിൽ ബോധം വന്ന കണക്കെ അലി വായും പൊളിച്ചുകൊണ്ട് അതിനനുസരിച്ച് പുറകിലേക്ക് നീങ്ങിത്തുടങ്ങി. അവളുടെ അടുത്ത് ഒരു ഇഞ്ച് വ്യത്യാസത്തിലെത്തിയ ആദുവിന്റെ കണ്ണുകൾ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഇവൻ എന്തൊരുമാതിരി പെണ്ണുങ്ങളെ കാണാത്ത പോലെ നോക്കുന്ന കർത്താവേ. ഇനി വല്ലതും കണ്ട് ബോധം പോയതാണോ? ഏയ്, ഒന്നും കണ്ടു കാണില്ല. ഒന്നും കണ്ടിട്ടില്ലെന്നൊക്കെ ആലോചിച്ച് അലി അവളെ തന്നെ സമാധാനപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആരാ? മുന്നിലുള്ള അവന്റെ നോട്ടത്തെ നീടാനാവാതെ ഉമിനീരിറക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. ആര്? ഇയാളെന്നെ? എയാള് തന്നോട് തന്നെ ചോദിക്കുന്നേ. അന്ന് വിട്ടുള്ള ആദുവിനെ മറുപടി കേട്ട് അവൾ അവന്റെ നെഞ്ചിൽ ചൂണ്ടുവിരൽ കൊണ്ട് കുത്തിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് ബോധം വന്ന ആദു ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. പിന്നെ ഒന്ന് തലകുടിഞ്ഞുകൊണ്ട് വീണ്ടും നോക്കി. ആരാ? ചെകുത്താൻ കുരിശേണ്ട പോലെ അവൻ ചോദിച്ചു. അത് ഞാനല്ലേ തന്നോട് ചോദിക്കേണ്ടത്. എന്റെ മുറിക്കാരൊന്നും എന്നോട് ആരാന്നോ? അവന്റെ ആ നോട്ടവും ചോദ്യം കേട്ട് കലി കയറിക്കൊണ്ട് അലി കലിയോടെ പറഞ്ഞു. അവൾ പറഞ്ഞു കേട്ട് സ്വബോധം വന്ന കണക്ക് ആദ്യമൊന്ന് മുറിയാകെ നോക്കിയ ശേഷം അവളെ നോക്കി. അതെ, ഞാനെങ്ങനെ ഇവിടെ എത്തി? അന്ന് വിട്ട് അവൻ അവളോട് ചോദിച്ചു. അത് എന്നോടാണ് ചോദിക്കുന്നേ? അവൾ അവനെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. അവളുടെ നോട്ടം കണ്ട് അവനൊന്ന് വിളിച്ചുകൊണ്ട് അവളെ നോക്കി. സോറി, ഞാനൊരാളെ തപ്പിട്ട് തുണി മാറ്റി കയറ്റിയതാ. എന്ത്? അല്ല, മുറി മാറി കയറിയതാ തപ്പിപ്പോയപ്പോ. അവന്റെ ചിരി കണ്ട് അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. എങ്കിലും കടിച്ചു പിടിച്ചുകൊണ്ട് അവൾ ടവൽ ഇറുക്കി പിടിച്ച് അവനെ ഇടം കണ്ടിട്ട് നോക്കി.
അയ്യോ ഇയാള് പേടിക്കൊന്നും വേണ്ട. യു നോ വൺ തിങ്, ഐ ആം എ വെരി ഗുഡ് ബോയ്, വെരി വെരി ഗുഡ് ബോയ്. സോ ഞാനൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഇയാളെ ചെസ്റ്റിലുള്ള മറിയിലേക്ക് ഞാൻ നോക്കിയിട്ട് പോലില്ല. ട്രസ്റ്റ് മീ, സത്യമാണ്, ദൈവത്തിനാണ് സത്യം. എനിക്ക് പിറക്കാതെ പോയ എന്റെ മക്കളാണ് സത്യം. അവരുടെ നോട്ടത്തിന് അർത്ഥം മനസ്സിലായ അതും പറഞ്ഞ് അവിടുന്ന് ഒറ്റ പോകാൻ പോകുന്നു. എന്നാൽ അവനെ വായ പൊളിച്ചുകൊണ്ട് നോക്കി നിൽക്കാനേ ആലിക്ക് സാധിച്ചുള്ളൂ. വാതിലടയുന്ന ശബ്ദം കേട്ട് ഞെട്ടിക്കൊണ്ട് ബോധം വന്ന സമയം വേഗം ഡ്രസ് ചെയ്ത് അവളും താഴേക്ക് പോയി. എന്നാൽ ഇവനിത് എവിടെ പോയി എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് കല്യാണ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഓൾഡ് പീപ്പിൾസിന്റെ അടുത്ത് കോട്ടുമായിട്ട് നിൽക്കുമ്പോഴാണ് എവിടുന്ന് ഓടിപ്പിടിച്ച് ഓടി വന്നെ ഇടിച്ചു നിന്ന്. എന്തുവാടോ, എന്നെ കൊല്ലുവാണോ നീ? ഇടിച്ചതിന്റെ ദേഷ്യത്തിൽ ശബ്ദം താഴ്ത്തി കടുപ്പത്തിൽ ചോദിച്ചു. പക്ഷെ അവനതൊന്നും കേട്ടില്ല. സ്റ്റേറിലേക്ക് തന്നെ പരിഭ്രമത്തോടെ നോക്കുന്നുണ്ട്. നീ എന്താ അത് ചെകുത്താൻ കുരിശേണ്ട പോലെ അവിടേക്ക് തന്നെ നോക്കുന്നത്? അവൻ നോക്കുന്നുണ്ട്. അവിടേക്ക് നോക്കി ഞാൻ ചോദിച്ചു, ഒന്നുമില്ല. അതും പറഞ്ഞ നോട്ടം മാറ്റി ചർച്ചയിലേക്ക് ശ്രദ്ധ തിരിച്ചു. ഞാനൊരു സംശയത്തോടെ അവനെ നോക്കി. നോട്ടം മാറ്റി നേരെ നോക്കിയപ്പോൾ ദാണ്ടെ നമ്മുടെ ഭാവി കിട്ടിയവൻ അവിടെ നിന്ന് എന്നെ നോക്കി പീഡിപ്പിക്കുക. ഇങ്ങനെയൊക്കെ നോക്കി എനിക്ക് നാണമല്ലേ മനുഷ്യ? നാണം വന്ന് ഞാൻ തല ഉയർത്തി പിടിച്ച് അങ്ങേട്ട് മൊത്തം നോട്ടം മാറ്റി. എല്ലാവരും നാണം വന്നാൽ തല ആഴ്ത്തുകയല്ലേ ചെയ്യാം. പക്ഷെ ഞാൻ തല ഉയർത്താണ് ചെയ്യാറ്. എന്നാ വെറൈറ്റി അല്ലേ? നാത്തു, അതാരങ്ങനെ ഒരു ഹോയ് വിട്ടത്? എന്നെഴുതി തിരിഞ്ഞു നോക്കാന്നോ പെട്ടെന്നാണ് ഉൾക്കണക്ക് എന്തോന്ന് വന്ന് ദേഹത്ത് പതിച്ച്. അമ്മച്ചി! അറിയാതെ രോദനം പുറത്തേക്ക് വന്നുപോയി. വന്നിടിച്ചതിന്റെ എഫക്റ്റിൽ പുറകിലേക്ക് വീഴാൻ പോയതും ആദ്യം താങ്ങി പിടിച്ചിരുന്നു. എല്ലാവരും ആദ്യം ഒന്ന് അന്തം വിട്ട് ഞങ്ങളെ നോക്കി. പിന്നെ അവരവരുടെ പണി നോക്കി. ഞാൻ നേരെ നിന്നുകൊണ്ട് നെഞ്ചത്തുള്ള സാധനത്തിനെ പിടിച്ചു മാറ്റി നോക്കി. ഞങ്ങളുടെയൊക്കെ പ്രായമുള്ള ഒരു പെൺകുട്ടി. പിന്നെ ആ വിളിയും കൂടി ആയപ്പോൾ മനസ്സിലായി കക്ഷി കൊണ്ടേട്ട് എന്റെ പെങ്ങളാണെന്ന്. കക്ഷി എന്നെ നോക്കി വിളിക്കുക. ഞാനൊന്ന് വിളിച്ചു കാണിച്ചു. ഹായ്, ഞാൻ അലീന മരിയ. നാത്തുവിന് അലിയെന്ന് വിളിച്ചോ? ഹായ്, ഞാൻ വേണ്ട, പരിചയപ്പെടുത്തുന്നത് വേണ്ട, എനിക്കറിയാം. ഞാൻ എന്നെ കുറിച്ച് പറയാൻ തുടങ്ങുന്നതിന് മുമ്പേ അവൾ പറഞ്ഞു. അയ്യേ, അതെന്തോന്ന് വർത്താനാ? എനിക്ക് എന്നെ കുറിച്ച് ഇച്ചിരി പൊക്കി പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കല്യാണം കഴിഞ്ഞാൽ കാണിക്കാൻ എന്റെ സ്കിൽസ്. ഞാനൊന്ന് ഡിവർപ്പെട്ടിൽ അവൾ നോക്കിയപ്പോൾ ഇപ്പോൾ അവളുടെ കണ്ണ് എന്നിലല്ല. എവിടേക്കാണ് ദൃഷ്ടി പോകുന്നതെന്നറിയാൻ വേണ്ടി പിന്തുടർന്നപ്പോഴല്ലേ മനസ്സിലായത് അത് നമ്മുടെ പരട്ടനെയാണെന്ന് മനസ്സിലായേ. ഓഹോ, വായി നോക്കുക, കൊച്ചു കള്ളി. അല്ലല്ലോ, ആ നോട്ടം കണ്ട് എനിക്ക് വായി നോട്ടാന്ന് തോന്നുന്നില്ലല്ലോ. അവൾ ആദ്യവിനെ കൂർപ്പിച്ചാണ് നോക്കുന്നത്. ഞാൻ അവനെ നോക്കിയപ്പോൾ അവളുടെ മുഖത്തേക്ക് ഒളിഞ്ഞു നോക്കുക. ചെക്കൻ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. എവിടെ നിന്ന് പോന്നോട്ടെ, നിന്നെ ഞാൻ കയ്യോടെ പൊക്കുന്നുണ്ടടാ പരട്ടെ. അങ്ങനെ കല്യാണക്കാര്യം ചർച്ച ചെയ്ത് ഏകദേശം ഈ മാസത്തിൽ തന്നെ കെട്ടുറപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കല്യാണം മുടക്കാൻ വന്ന ഞാനും അതുമാണ് ഇപ്പൊ കെട്ടുറപ്പിച്ച് റിസപ്ഷൻ ചെയ്ത് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണം എന്നുവരെ തീരുമാനിച്ചു പോരുന്നെന്ന് ഓർക്കണം. അവിടുന്ന് തിരിഞ്ഞ് കാറിൽ കയറുമ്പോൾ അറിയാതെയാണെങ്കിൽ രണ്ടുപേരുടെയും ചുണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ എവിടേക്കാണ് ഈ കാറിലെന്ന് കരുതണ്ട. ഞങ്ങൾ വന്ന വണ്ടി കയറ്റം പുറത്തല്ലേ, വെറുതെ എന്തിനാ നടന്ന് മനുഷ്യന്റെ ഉള്ള എനർജി വേസ്റ്റ് ആക്കുന്നത്? മഠത്തിൽ എബിൻ റോയിയുടെയും മരിയ റോയിയുടെയും മകളായ എന്നെ കർത്താവിന്റെ നാമത്തിൽ ഭാര്യയായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. അച്ഛൻ ചോദിച്ചതിന് മറുപടി എന്നോണം അലക്സ് പറഞ്ഞു. കുരിശിങ്കൽ ജോൺസിന്റെയും സെലീനയുടെയും മകനായ അലക്സിനെ കർത്താവിന്റെ നാമത്തിൽ ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? പള്ളിയിലെ ലെറ്ററിന്റെ കണക്കെടുപ്പ് നടത്തുമ്പോഴാണ് കയ്യിൽ നിന്നുള്ളു കിട്ടിയത്. കയ്യും തിരുമ്പി അങ്ങേരെ ഒന്ന് കൂർപ്പിച്ച് നോക്കിയപ്പോൾ അവിടുന്ന് അതിലും വലുത്. എന്നാത്തിനെ ഇങ്ങനെ നോക്കുന്നേ? അച്ഛൻ പറഞ്ഞതിന് മറുപടി പറയടി. എന്നെ നിഷ്കളങ്കമായ നോട്ടം കണ്ടുകൊണ്ട് അങ്ങേര് മുന്നിലേക്ക് കണ്ണാണിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അച്ഛനെ നോക്കിയത്. എന്നെ തന്നെ നോക്കി നിൽക്കുക. എന്താ അച്ഛോ? ഞാൻ അച്ഛനെ നോക്കി ചോദിച്ചു. സമ്മതമാണോ? എന്നാത്തിന്? ഞാൻ അന്തം വിട്ട് ചോദിക്കുന്നുണ്ട്. അച്ഛൻ എന്നെ ഒന്ന് കണ്ണുരുട്ടി പേടിപ്പിച്ചു. അതിന് ഞാനെന്ത് ചെയ്തു? കുരിശിങ്കൽ ജോൺസന്റെയും സെലീനയുടെയും മകനായ അലക്സിനെ കർത്താവിന്റെ നാമത്തിൽ ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? അപ്പൊ ഇതാണല്ലേ ചോദിച്ച്? എനിക്ക് സമ്മതമാണ് അച്ഛാ, 100 വട്ടം സമ്മതം. ഞാൻ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞ് എന്റെ കെട്ടിയവനും നോക്കി. ദാണ്ടെ പൂച്ചയിട്ടുകൊണ്ട് ഒറ്റ തിരിയൽ. ആഹാ, എനിക്കറിയാം പൂച്ചയിടാനൊക്കെ എന്നും മനസ്സിൽ പറഞ്ഞ് തലയിപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ചു നിന്നു. കുരിശിങ്കൽ ജോൺസന്റെയും സെലീനയുടെയും മകളായ അലീന മരിയെ കർത്താവിന്റെ നാമത്തിൽ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. മഠത്തിൽ എബിൻ റോയിയുടെയും മരിയ റോയിയുടെയും മകനായ ആദമിനെ കർത്താവിന്റെ നാമത്തിൽ ഭർത്താവായി സ്വീകരിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. അതായത് സുഹൃത്തുക്കളെ, ലവ് അറ്റ് ഫസ്റ്റ് ഡേറ്റ് എന്നൊക്കെ കേട്ടില്ലേ? അതാണ് എൻ്റെ ആദുവിൻ്റെ ലൈഫിൽ സംഭവിച്ചത്. കല്യാണം ഉറപ്പിച്ചു വന്നതിന് ശേഷം നമ്മുടെ ആദു എപ്പോഴും സ്വപ്നലോകത്തെ ബാലഭാസ്കരനെ പോലെയായിരുന്നു. ചെക്കൻ്റെ ആ മാറ്റം കണ്ട് ഞാനൊന്ന് പിടിച്ചു കുടഞ്ഞപ്പോൾ തത്ത പറയുന്ന പോലെ മണിമണിയായിട്ടെല്ലാം പറഞ്ഞു. കൂട്ടത്തിൽ അലിയ അവന് ഇഷ്ടമാണെന്ന്. അപ്പം തന്നെ ഞാനത് വീട്ടിലുള്ളവരെ മൊത്തത്തിൽ അറിയിച്ചു. അങ്ങനെ ഞങ്ങൾ വീണ്ടും കുരിശിങ്കൽ വീട്ടിലേക്ക് പോയി. പക്ഷെ ഒരു തിരുത്തുണ്ട്. അന്ന് ഞങ്ങൾ കല്യാണം മുടക്കാനാണ് പോയതെങ്കിൽ ഇപ്പോൾ ഒരു കല്യാണം നടത്താനാണ് പോയത്. അന്ന് ഞാനും അതും ഒറ്റക്കാണ് പോയതെങ്കിൽ ഇപ്രാവശ്യം ഞങ്ങൾ വീട്ടുകാരെ ഒപ്പം കൂട്ടി കാറിൽ കുരിശിങ്കൽ വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങി. അങ്ങനെ അവരെ കാര്യം അറിയിച്ചപ്പോൾ അവർക്ക് അതിലും വരെ സന്തോഷമില്ല.
പക്ഷെ അവിടെയൊക്കെ സമ്മത്തിനേക്കാളൊക്കെ അലിയുടെ സമ്മതല്ലേ വലുത്. അതുകൊണ്ട് അവൾ വിളിച്ച് ചോദിച്ചപ്പോൾ അവൾക്ക് 100-ൽ 101 വട്ടം സമ്മതം. പിന്നെ ഇതെല്ലാം പെട്ടെന്നായിരുന്നു. അങ്ങനെയാ ഇപ്പൊ ഇതുവരെയായി. ഞാൻ കയ്യിലെ പാൽ ഗ്ലാസ്സിലേക്ക് നോക്കി നെടുവേർപ്പെട്ടു. സമയം കളയാതെ പോവാൻ നോക്കി. അലി ചെക്കനിപ്പോ ഇറങ്ങി വന്ന് പൊക്കിക്കൊണ്ടുപോകും. മമ്മി ഒരു കളിയാക്കി ചിരിയോടെ പറഞ്ഞ് ഞാനൊന്ന് കൂർപ്പിച്ചു നോക്കി. മോകം വീർപ്പിക്കാണ്ട് പോയെന്റെ അന്നക്കുട്ടി. വീർപ്പിച്ച കവളിൽ കുത്തിക്കൊണ്ട് മമ്മി പറഞ്ഞു. ഞാൻ മമ്മിക്ക് ഒരു ഉമ്മ കൊടുത്തു. പിന്നെ റൂമിലേക്ക് പോന്നു. റൂമിന്റെ മുന്നിലെത്തിയൊന്ന് ശ്വാസമൊക്കെ എടുത്തു വിട്ടുകൊണ്ട് മുഖത്തൊരു പുഞ്ചിരിയൊക്കെ അണിയിച്ചുകൊണ്ട് ഡോറ് തുറന്ന് അകത്ത് കയറിയപ്പോൾ അവിടെ എന്റെ കെട്ടിയോനെന്ന് പറയുന്ന സാധനത്തിനെ കാണാനില്ല. അയ്യേ, ഇങ്ങേരിതെന്തോന്നൊരു ഉത്തരവാദിത്തമില്ലാതെ ഇന്ന് അങ്ങേരി എന്റെ ആദ്യരാത്രിയാണെന്നുള്ള ബോധെങ്കിലും വേണ്ടേ? ഞാനൊരു ആത്മകഥമെന്നോണം പറഞ്ഞു നിർത്തിയതും പിൻകഴുത്തിലൊരു ചുടുനിശ്വാസം തട്ടുന്നറിഞ്ഞ് ഞെട്ടി. കർത്താവ് ഇങ്ങേരി പുറകിലുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ. ആർക്കും ഉത്തരവാദിത്തമില്ലെന്നാ നീ പറഞ്ഞേ? ആളുടെ ഇടുപ്പിലൂടെ കൈ ചുട്ടിക്കൊണ്ട് അവൻ ചോദിച്ചു. അതില്ലേ വെക്കണ്ട, ഇത്രയും നേരം എവിടെയായിരുന്നടി? അവൻ കണ്ണുരുട്ടി പറഞ്ഞു. അവളൊന്ന് ഇളിച്ചു കാണിച്ചു. അത് മമ്മയ്ക്കും പപ്പയ്ക്കും ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാണെങ്കിൽ ഞാനും വരാന്ന് പറയായിരുന്നു മമ്മിയോട്. അതാ വൈകിയേ. അവൾ അതേ ഇളിയോടെ തന്നെ പറഞ്ഞു കഴിഞ്ഞതും അവനവളെ പൊക്കിയെടുത്ത് ബെഡിലേക്ക് ഇട്ടിരുന്നു. നിന്നെ ഞാൻ കിണത്തി തരാടി എന്നും പറഞ്ഞ് അവനിട്ടിരുന്ന ടീഷർട്ട് ഊരി നിലത്തേക്കിട്ട് അവളിലേക്ക് അമർന്നു. അവൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അവളുടെ ചുണ്ടുകൾ അവൻ്റെതുമായി ബന്ധിപ്പിച്ചിരുന്നു. ആവേശത്തോടെ അവളുടെ ചുണ്ടുകൾ ഞൊട്ടി നുണയുന്നതിനനുസരിച്ച് അവന്റെ കൈകൾ അവളുടെ ദേഹമാസകളും ഓടി നടന്നു. ആദ്യത്തെ പകപ്പ് മാറിയപ്പോൾ അവൾ അവനെ തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ട് തിരിച്ചും ചുംബിക്കാൻ തുടങ്ങി. അതറിഞ്ഞ പോലെ അവൾ അവനൊരു കവചം പോലെ വീണ്ടും അടുപ്പിച്ച് പിടിച്ചു. ചുണ്ടിൽ ഇരുമ്പ് ചുവറിഞ്ഞതും അവൻ ചുണ്ടുകൾ വേർപ്പെടുത്തി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി. അവിടെ നിന്ന് അവന്റെ മുഖം താഴേക്ക് പോകുന്നതിനനുസരിച്ച് അവൾ അവന്റെ തലമുടിയിൽ മുറുക്കെ പിടിച്ചു. അതിനനുസരിച്ച് അവളുടെ കണ്ണുകൾ മേലേക്ക് മറിയുകയും ബെഡിൽ ഉയർന്നു പൊങ്ങുകയും ചെയ്തു. അവളിലെ രുചികൾ അവൻ അറിയുമ്പോൾ അവളിൽ നിന്ന് അവനെ വിളിച്ചുകൊണ്ട് ശീൽക്കാര ശബ്ദങ്ങൾ പുറത്തു വന്നു. അതവനെ ആവേശം കൊള്ളിക്കുകയും വീണ്ടും വീണ്ടും അവളിലേക്ക് പെയ്തിറങ്ങാനും കാരണമായി. അവസാനം തളർന്നുകൊണ്ട് അവളുടെ മാറിൽ തലചായ്ക്കുമ്പോൾ അവൾ അവന്റെ മുടിയിഴകളെ തലോടി. അവളുടെ മാറിൽ നിന്നും തലപൊക്കി നോക്കി അവൻ കണ്ണിൽ ഉരുണ്ടുകൂടിയ നീർമുത്തുകളോട് അവനെ നോക്കി. അവളുടെ കണ്ണുകളിൽ അവൻ അത്യധികം പ്രണയത്തോട് അമർത്തി ചുംബിച്ചു. അത് കണ്ണടച്ച് സ്വീകരിക്കുന്നതിന്റെ കൂടെ അവളിൽ ഒരു ചിരി വിരിഞ്ഞു. അടന്നു മാറാതെ തന്നെ അവൻ അവളുടെ ചുണ്ടുകൾ അമർത്തി നുണഞ്ഞുകൊണ്ടിരുന്നു. ചുംബിക്കുന്നതിന്റെ ഇടയിലും അവരുടെ നാവത് പുലമ്പുന്നുണ്ടായിരുന്നു. ഇവിടെ മടത്തിൽ വീട്ടിൽ അലിയുടെ നെഞ്ചോരം ചേർന്ന് അവളുടെ മാറിലെ മറികൾ വീണ്ടും വീണ്ടും അമർത്തി ചുംബിച്ചുകൊണ്ട് ആദ്യവളുടെ കഴുത്തിൽ മുഖം ചേർത്ത് കിടന്നു. തെന്നിയിറങ്ങിയ പുതപ്പ് രണ്ടാളെ ഒരുമിച്ച് മൂടിക്കൊണ്ട് അവൾ അവനെ പൊതിഞ്ഞു പിടിച്ച് കിടന്നു.